അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഐസ് പ്ലാന്റിന്റെ മുമ്പിലാണ്. അതായത് ചെറുവത്തൂരിലെ ആദ്യത്തെ ഐസ് പ്ലാന്റ് ആണ് ഈ ഒരു ഐസ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇവിടെ വ്യാവസായികമായിട്ട് ഐസുകൾ നിർമ്മിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഐസ് പ്ലാന്റിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ ആൾക്കാരോട് ജീവനക്കാരോട് ചോദിച്ചറിയാം. നമുക്ക് ഒരു പ്രതീക്ഷയുമില്ല, എങ്കിലും നമ്മൾ ഒരു പ്രതീക്ഷ കൈവിടാതെ നമ്മൾ ഐസ് പ്ലാന്റിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഐസ് പ്ലാന്റിന്റെ ഉള്ളിലേക്ക് കയറുന്നത്. ഇതുവരെ ഞാൻ ഐസ് പ്ലാന്റ് ഒന്നും കണ്ടിട്ടില്ല. വളരെ മനോഹരമായ ഒരു നമ്മളിത് ആദ്യമായിട്ടാണ് ഐസ് പ്ലാന്റിന്റെ ഉള്ളിലേക്ക് വരുന്നത്. വളരെ പ്രതീക്ഷയോടെയും വളരെ സന്തോഷത്തോടെയുമാണ് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കയറാം. ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഐസ് 3 ഐസുകളാണ് ഇവിടെ ഉള്ളത്. വ്യാവസായികമായി നിർമ്മിച്ച മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വെച്ച ഐസുകളാണ്. ഐസുകൾ ഇങ്ങനെയാണ് ഇവർ നിർമ്മിച്ചെടുക്കുന്നത്. ഇതുപോലെ കയറ്റി അയക്കുന്നതായിരിക്കും. ഐസുകൾ നല്ല കൂട്ടുന്നേക്ക് എന്തെങ്കിലും അറിയാം. മീനിലിടാൻ എങ്ങനെ ഉണ്ടാക്കല് എല്ലാം എങ്ങനെ ആദ്യമായി ഐസ് പ്ലാന്റിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. കാരണം ഈ ഒരു ഇരുമ്പ് വട്ടിയിൽ നിന്നും ഈ ഒരു ഐസ് ഒന്ന് വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു വെള്ളത്തിലേക്ക് ഇടുന്നതാണ്. ഇങ്ങനെയാണ് ഇത് തണുപ്പിച്ചിട്ടാണ് ഐസുകൾ ഉണ്ടാക്കുക. യൂട്യൂബിലൊന്നും